മുമ്പോട്ട് പോകാം എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്നലെ എന്നെ റാഷ് ബ്രോ വിളിച്ചിരുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിലുള്ള കാസ്ട്രോയെ വലിച്ചിടരുത് എന്ന് പറഞ്ഞിട്ട് റാഷ് ബ്രോ വിളിച്ചായിരുന്നു. ഇപ്പൊ കാസ്ട്രോ അതിൽ നിന്നെല്ലാം മാറിയിരിക്കുകയാണ്. കാരണം ഇതൊക്കെ കാരണം അവനും കുറെ കിട്ടുന്നുണ്ട്, മനസ്സിലായോ? കാസ്ട്രോയ്ക്കും ഇതിനകത്ത് ഒരു ഇൻവോൾവ്മെന്റും ഇല്ലാത്ത കാസ്ട്രോയ്ക്കൊക്കെ ഇതിനകത്ത് കുറെ ഇത് കിട്ടുന്നുണ്ട്. അപ്പം റാഷ് ബ്രോയ്ക്കും അത് നല്ല വിഷമമുണ്ട്. റാഷ് ബ്രോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ അവൻ്റെ കാര്യം ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യരുത്, അവനെ ഇതാക്കണം, അവൻ്റെ കാര്യങ്ങളിലോട്ട് വെറുതെ ഇതിനകത്ത് കൊണ്ടുവരണ്ട. അവൻ അന്നത്തെ ഇഷ്യൂ ഉള്ളത് വന്നപ്പോൾ തന്നെ അവനും ഡോക്കിയൊക്കെ ഇതിൽ നിന്ന് മാറിയതാണ്. അപ്പം വെറുതെ അവരെ ഒന്നും ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കാസ്ട്രോ വരെ വലിച്ചിട്ട് അതുകൊണ്ട് ബ്രോ. അത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഗൈസ്. കാസ്ട്രോ ഉള്ള ഗ്യാങ്ങാണ് KVA, ഇപ്പം TVA എൻ്റെ ഗ്യാങ്. നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ കാസ്ട്രോ എന്തെങ്കിലും ഇതിപ്പോൾ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാസ്ട്രോയുടെ ചാനലിൽ ഇപ്പം കാസ്ട്രോ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യും. ഇവർ ഇത് കുത്തിപ്പൊക്കുന്നത് വേറൊരാൾ ഉപദ്രവിക്കാനായിരിക്കും. പക്ഷേ കാസ്ട്രോയെ ആയിരിക്കും തിരിച്ച് കൗണ്ടർ അടിക്കാൻ TVA ഫാൻസുകാർ ഉപയോഗിക്കുന്നത്, മനസ്സിലായ? അപ്പോൾ അവൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വന്നു അവിടെ. എനിക്കതും ചെയ്യാനുള്ള താല്പര്യമില്ല. എനിക്കതും ചെയ്യാനുള്ള താല്പര്യമില്ല, സത്യമായിട്ടും പറയാം. എന്തിനാണ് അന്നത്തെ TV vs KVA സിറ്റുവേഷൻ്റെ റിവലറി ഒന്നും എനിക്ക് കാസ്ട്രോയോടൊന്നും ഇല്ല. അത് ഞാൻ ഇപ്പോഴും പറയുക. അതിനെന്തിനാ അവനെ ഉപദ്രവിക്കുന്നത്? അവൻ അവൻ്റെ സ്ട്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവൻ BGMA കളിക്കുന്നു, അവൻ അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. അവൻ അങ്ങനെ പോട്ടെ. എന്തിനാണ് അവനെ ട്രാക്ക് ചെയ്യണത് ഇതിനകത്തോട്ട്? ഒരാവശ്യമില്ല ഇതിനകത്ത്. അപ്പോൾ അത് നമുക്കും ഇതാക്കണ്ട. അവനെ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു, കാസ്ട്രോ ഇന്നലെ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഡോക്കി ഇന്നലെ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യം നോക്കി മുമ്പോട്ട് പോകാം, അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറയട്ടെ, അവരുടെയും ലൈവ് സ്ട്രീംസ് ഒക്കെ പോയി കാണും. അവരും എന്തൊക്കെ ചെയ്യുന്നത്, അവരൊക്കെ എന്താ വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺട്രവേഴ്സി കൊണ്ടേ കാണുകയെന്നല്ല. അവരെന്ത് ഗെയിമാണ് കളിക്കണത്, അവരെന്താ കളിക്കണത്, അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. നമ്മുടെ അടുത്ത് ഒരു വട്ടം നമ്മുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ മറ്റേ അന്നം മുടക്കി അത് മുടക്കി എന്നൊക്കെ. അപ്പം അവർക്ക് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല നല്ല RPs ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അത്രേ പറയാനോ. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട. എനിക്ക് വയ്യ. എനിക്ക് ഈ പറയണത് പോലെ ഓരോ ഇത് കേൾക്കാൻ വയ്യ. ഇപ്പം ഈ എൻഡ് ഓഫ് ദ ഡേ ഇപ്പം അറിഞ്ഞുകൊണ്ടാണേലും അല്ലെങ്കിലും ഈ 3 വർഷം 4 വർഷം മുമ്പുള്ള എൻ്റെ ലൈവ് ഒക്കെ കണ്ട് കുത്തിയിരുന്ന് എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ലൈക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കുറേ ആൾക്കാർ അവരുടെ ഭാഗത്ത് നിൽക്കുകയാണെന്ന് വിചാരിച്ച് നമ്മുടെ ഹേറ്റേഴ്സ് അടക്കം കുറേ പേര് കാണിക്കുന്നുണ്ട്. അപ്പം അതിന് ഈ പറയണത് പോലെ ഒരു എന്താ പറയുക, ഒരാളെ മനസ്സിലായില്ലേ, ഒരാളെ നമുക്ക് ഈ പറയണത് പോലെ ഉപദ്രവിക്കണം എന്ന ഇൻറ്റൻഷനലി തിരിച്ച് കുറച്ച് ആൾക്കാരും കൂടെ അവരുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ മനസ്സിലായോ, ഇവിടെ വന്ന് അണ്ണാന്നും അവിടെ വന്നിട്ട് അണ്ണാന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തുനിന്ന് കേൾക്കുന്നത് ഇവിടെ വന്ന് പറയുക, ഇവിടുന്ന് കേൾക്കുന്നത് അവിടെ വന്ന് പറയുക, അങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം